സ്കൂള് തുറന്നൂല്ലേ? പോയിട്ട് തന്നെയാണോ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ അല്ലേ? ആ, എത്രയിലേക്കൊക്കെയാ? നീ ഏഴിലോ? പോടാതെന്നോ? പിന്നെ അത്യാവശ്യം നല്ല മുഴുത്ത കൂരികളാ. ആർക്കും ഒരു മീച്ചയില്ലാത്ത മീനായതുകൊണ്ട് അത് അങ്ങനെ നടക്കുക. പെണ്ണവരൊക്കെ കാണണ്ടല്ലേ? ആ, എന്നാലും അവിടെ ഇരിക്കട്ടെ. ബാ, മാറി സെറ്റായപ്പോഴത്തേക്ക് ഇത് ആലപ്പുഴയ്ക്ക് പതുക്കെ ഒന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ പ്ലേസ് ഒന്നും ഇല്ല മീൻ പിടിക്കാൻ. അതുകൊണ്ട് നമ്മളിത് യോഗേഷ് ഒരു മീനെ കാണിച്ചു തന്നു. ആ, കണ്ട് 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 കണ്ട മീൻ നമ്മൾ അടിക്കാൻ പോവാ. നോക്കട്ടെ, ആദ്യത്തെ അടി കേട്ടോ. ഉൾക്കാരൻ ക്ലച്ച് പിടിക്കുമെന്ന് നോക്കട്ടെ. നമുക്ക് കാണാൻ പറ്റും. ആ, ഒരു പാട് ഈ മൂലക്കോറം പൊങ്ങിക്കാണ്ടില്ലേ? ആ, പാടത്തേ പാട് ആ നിൽക്കുന്നല്ലേ? എടാ, എനിക്ക് പാങ്ങിനാടാ പറയാ. കേറി ചേടാ. കെട്ട് 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 കെട്ട്. ഈ വന്നിക്കണോ? നമ്മൾ ആദ്യത്തെ അടി മൂഞ്ചി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഞാൻ അടിക്കട്ടെ. ഒരു മീനോടെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. അവനെ ഞാൻ കണ്ടടിച്ച് കയറ്റും. എനിക്കൊന്ന് വട്ടത്തിൽ കിട്ടിയ. ഞാൻ പറഞ്ഞല്ലോ നിന്നോട്. അയ്യോ, ഇവിടെ വേണം. അപ്പൊ ആദ്യത്തെ മീൻ നമ്മൾ അടിച്ച് കയറ്റിയിരുന്നു കേട്ടോ. വർത്താനം ഇൻട്രോ പറഞ്ഞ് തുടങ്ങിയ സമയത്ത് കിട്ടിയതാ. ഇതേ ആദ്യത്തെ നല്ല സെറ്റ് മീൻ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇൻട്രോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പറയാൻ തുടങ്ങിയപ്പോ സമ്മതിച്ചില്ല അവൻ. ജോവേഷ് എന്നെ മീൻ കാണിച്ചു തന്നു. ആദ്യത്തെ അടി നമുക്ക് മിസ്സായി. രണ്ടാമത്തെ അടിക്ക് നമ്മൾ അവനെ കയറ്റി. അമ്മേ, ഇനിയിപ്പുണ്ടോ? നമുക്ക് നോക്കാം. അപ്പൊ മച്ചാന്മാരതെ ഇന്നത്തെ പരിപാടി ആരംഭിക്കട്ടെ. നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങണ്ട കേട്ടോ. ഇന്ന് നമ്മുടെ കൂട്ടത്തില് ജോബേഷ് ഉണ്ട്, ക്യാമറമാൻ ഉണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടി ഇന്ന് അംഗത്തിന് ആലപ്പുഴയിലാണ് വന്നേക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആലപ്പുഴ വന്നിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, മഴ പെയ്ത് ഞങ്ങളുടെ പുഴയൊന്നും ഒന്നും കിട്ടില്ല. ഞങ്ങൾ ആ പടയിൽ പിടിക്കണമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ, കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ കോട്ടയത്തൊന്നും എന്തായാലും ഫിഷിങ് നടക്കില്ല. ഇപ്പോൾ ഫിഷിങ് നടക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മീനൊക്കെ പിടിക്കണം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ ആട്ടോ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാം. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോ. വീഡിയോയിലേക്ക് പോവാം. വാ. ഉണ്ട്. പിടിച്ചോ, മുറുക്ക് പിടിച്ചോ. വിടരുത്. ആ, മതി. അങ്ങനെ രണ്ടുപേരും ഒരേ മീൻ അടിച്ചിട്ടുണ്ട്. അത്രയും ആ വലുപ്പത്തിനുള്ളതൊക്കെ കിട്ടിയാടായി. അതിന് മേളിലേക്കുള്ളത് പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കണം കേട്ടോ. തീരെ പൊടി അടിക്കാൻ നോക്കല്ല. പക്ഷെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അടിക്കുള്ളൂ. അത് ഞാൻ കണ്ടായിരുന്നു. തിലോപ്പിയ ഇല്ല, 3 ഉണ്ടായിരുന്നു. അതിൽ ലോക്കിട്ടുള്ള അടിയില്ലല്ലോ. അടിപൊളി സാധനം കിട്ടിയോ. എൻ്റെ ഡാട്ട് ഊരി എടുക്കണമെങ്കിൽ ഇച്ച് പാടാ. ഇവിടെ വന്നിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ. ഓക്കെ. ഒയ്യോ, ചക്കപ്പഴം ചാണകണക്ക് വിലകളിയ ചാറ്. ആ, പൊങ്ങുക. കണ്ടോ ഇങ്ങനെ പ്ലാറിലടിച്ച് പിടിക്കണം. പാറിലടിക്കണമെങ്കിൽ അത്രയും താത്തി അടിക്കണം. 1.5 അടിയൊക്കെ ബാക്കിലടിച്ചാലേ പാറിലടി അടക്കുള്ളൂ. ഈ മോളിൽ നിന്ന് അടിച്ചടിച്ചടിച്ച് ഇമാരൊക്കെ പാറിലടിക്കാൻ മറന്നു പോയി.
ഇത് നോക്കി ആരോ വലയെ പിടിച്ചേച്ച് വെച്ചിട്ട് പോയതാ. എന്തായാലും ഭയങ്കര കാഴ്ച ദിവസമായിട്ട് അവിടെ ഇരിപ്പുണ്ട് ആൾക്കാർ. ഒരു പാർക്കിനകത്ത് ഇരിക്കണേ, വന്നവരൊക്കെ കാണട്ടല്ലേ. എന്നാലും അവിടെ ഇരിക്കട്ടെ. ബാ, എന്നാലും കുഴപ്പമില്ല. ഞാൻ കണ്ടില്ല. അടിച്ചടിച്ചടിച്ചടിച്ചു. ഇത് കുഞ്ഞാപ്പി അടിച്ചു കയറ്റിയിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴയിലെ സിംഹം അടിച്ച് പറത്തിയിട്ടുണ്ട് ഓർമ്മത്തിന്. ഇതാണ് പുല്ലനായിരുന്നു. നൈസ് പുള്ളൻ. ഓഹോ, ആ മീനിന് ഉടക്കോലെ കയറുന്നൊരു കൊതി ഉണ്ടായിരുന്നു, അതും സാധിച്ചു അതിന്. പിന്നെ അത്യാവശ്യം നല്ല മുഴുത്ത കൂരികളാ. ആർക്കും ഒരു മീച്ചയില്ലാത്ത മീനായതുകൊണ്ട് അത് അങ്ങനെ നടക്കുക. തുമ്മെന്ന് പറയാൻ ഒച്ച കേട്ടിട്ടില്ല എൻ്റെ മേത്ത് വെച്ചെറിയത്. ഇവിടെ നിന്ന് മീൻ പിടിക്കാം നമുക്ക്. ഒരു ഒച്ച കേട്ടില്ലല്ലോ നീ? തുമ്മുന്നൊരു സൗണ്ട് കേട്ടില്ലായിരുന്നോ? കേട്ടില്ല അല്ലേ? ക്യാമറാമാൻ മിണ്ടൂലാന്ന്. അവനെ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞേക്കൊണ്ട് അവന് പേടിയാ. ഇത് ഞാൻ നിൽക്കുന്നതിൻ്റെ ചോട്ടിലായിട്ട് കുറച്ച് മീൻ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് പുല്ലനെ കണക്ക് എന്തോ മീനൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ അടിക്കാൻ പോവാ. കുറുവ, ഹെവി കുറുവ. കുറുവ, അടിപൊളി ഒരു കുറുവ. കുറുവ കുറുവ അല്ലെന്നേ. ഇത് ഈ നിൽക്കുന്നതിൽ മുഴുത്തേട്ട് നമ്മൾ അടിക്കാൻ പോവാട്ടോ. അടി സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ട്. സെട്ടപ്പ് കിട്ടി. ഇന്നലെ ഒരുപാട് മീനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ന് പോന്നാ. ഇന്നിപ്പോൾ വലിയ രക്ഷയില്ല, എന്നാലും കുറ്റം പറയാൻ പറ്റത്തില്ല. കൂട്ടുകാരെ, ഈ നിൽക്കുന്നതെല്ലാം സിലോപ്പിയുടെ കുഞ്ഞുങ്ങളാട്ടോ. എന്തോരം മീനാ നോക്കിക്കേ. ഇത് മൊത്തം സിലോപ്പിയ കുഞ്ഞുങ്ങളാ. ഇതൊക്കെ വളർന്നു വരുമ്പോഴത്തേക്കുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം വളരും. ജോബേഷ, ഒരു കൂട്ടം ഓടുക. രണ്ടുപേർക്ക് അടിക്കാം. അതെയോ? അവിടെ ഇട്ടു. എല്ലാ സൈസുള്ളായിരുന്നു. 7-8 എണ്ണം ഉണ്ടായിരുന്നു. അടിച്ചേറ്റ്. ഈ സൈസ് മീൻ കുറേ പൊങ്ങി. ഒരെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ. ചവര അതിൽ 5-6 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിനല്ലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരത്തിന് അടിച്ചു. ഒപ്പം അടിക്കായിരുന്നു. ഒപ്പം അടിച്ചാൽ കയറുമായിരുന്നു എല്ലാം. ഞാൻ കണ്ടു. എടാ വരാലോ, വായോ, തെറ്റടി. വരാലോടാ. ഞാനിവനെ എല്ലാം അടിച്ചത്. അയ്യോ, ഭയങ്കരമായി പോയല്ലോ. ഞാനിവനെ എല്ലാം അടിച്ചത്. സത്യമായിട്ട് ഇവനെല്ലാം അടിച്ചത്. ഞാനങ്ങനെ കള്ളം പറഞ്ഞ് ക്രെഡിറ്റ് എനിക്ക് വേണ്ട.
ഞാൻ അടിച്ച സിലോപ്പിയനാ. ആ ഇവന്റെ അച്ഛൻ ഭയങ്കര സ്ലിംഗ്ഷോട്ട് അടിക്കാരനാ. കാഴ്ചക്കാര്, നമ്മുടെ കൊച്ചു കൂട്ടുകാര്. ഇന്ന് സ്കൂള് തുറന്നൂല്ലേ? പോയിട്ട് തന്നെയാണോ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ അല്ലേ? ആ, എത്രയിലേക്കൊക്കെയാ? നീ 7-ലോ? പോടാതെ എന്നോ? നീ എത്രയിലാ? 2-ല്. വിട്ടിക്കാൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്നാൽ ഇനി പതുക്കെ റോഡ് സൈഡിൽ കൂടെ പൊക്കോ. വോൾഗ ഫിഷിങ് സൈഡിൽ കൂടെ പോണോട്ടോ. ആ, ടാറ്റാ. ആ, അപ്പോൾ കൂട്ടുകാരെ മഴ തൂളി ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുക. 4 മണി വരെ നമ്മൾ ഫിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീൻ വളരെ കുറവായിരുന്നു, എന്നിട്ടും നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം മീനൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.